സിനിമയാണ് ഈ മൂന്നാമത് ഗർഭിണിയോ? ഒരു ആൺകുട്ടിയെ കൂടെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. ഇവിടെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പം എന്നെ വിളിക്കണം. അപ്പോൾ ഇവിടെ സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം അപ്പോൾ എന്നെ ഒന്ന് എനിക്ക് ഞപ്പക്കെ വല്ലാണ്ട് ചമ്മലായി. ശരിക്കും പുള്ളി തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരുത്തിൽ സീനായിട്ടുള്ള ഒരാളല്ലേ. അപ്പോൾ ഞാൻ മൊബൈൽ കൊടുത്തു, പുള്ളി വോയിസ് ഇട്ട് വന്നു. ഞാൻ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന ഡ്രൈവർ പയ്യൻ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താ ചേട്ട് എൻ്റെ വയസ്സാണെന്ന് ആര് വിശ്വസിക്കും? അല്ല മിമിക്രി കാര്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. ചേട്ടാ അത് അയച്ചു കൊടുക്കണ്ട, പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ നിവൃത്തികേടുകൊണ്ട് ഞാൻ തന്നെ ആ വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തു. അല്ല ഞാൻ കുറച്ചുകൂടെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളായിരുന്നെങ്കിൽ ആ സ്കൂളിനൊരു ഗമയായിരിക്കും. പിന്നെ മനസ്സിലായില്ലേ വിദ്യാഭ്യാസവും വിവരവും ഒന്നല്ലെന്ന്. വിദ്യാഭ്യാസം ഉള്ള ആളുടെ റിപ്ലൈ കേട്ടപ്പോഴത്തേക്ക്. അതെ. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അരിസ്റ്റോ സുരേഷ് ചേട്ടനാണ്. വെൽക്കം. അപ്പോൾ ചേട്ടാ, നമ്മുടെ സിനിമയുടെ വിശേഷം പറയാനാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അല്ലേ? മിസ്റ്റർ ബംഗാളി ഹീറോ. അതെ. അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് അല്ലേ ഒരു ഹീറോ ആയിട്ട് ഒരു മൂവിയില്? ഒരു ഹീറോ എന്നല്ല, ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന അല്ലേ? ഇതെല്ലാം ഹീറോ ചേട്ടൻ തന്നെയാണല്ലോ ആദ്യമല്ല. അതെ. അപ്പം മിസ്റ്റർ ബംഗാളി ലൈക്ക് എന്താ ഒരു ബംഗാളി ക്യാരക്ടർ ആണോ അപ്പോൾ ഇതില്? ഒരു ബംഗാളിയാണ്. ആള് കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം ഈ നാട്ടിലേക്ക് വരികയായിരുന്നു. അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അയാളുടെ അമ്മ മരിച്ചു പോയിട്ട് പിന്നെ അയാൾ ഈ അമ്മ ഉറങ്ങുന്ന മണ്ണിൽ കഴിയാൻ, അതോടൊപ്പം മമ്മൂക്കയെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് കഴിയുന്ന ഒരാളായിട്ടാണ്. ബംഗാളിക്ക് എന്താണ് മമ്മൂക്കയോട് ഇത്ര താല്പര്യം? അത് സിനിമയ്ക്കകത്തുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ്? മമ്മൂക്ക ഫാനാണോ ചേട്ടൻ? ഞാൻ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ ഫാനാണ്. നിവിൻ പോളി സാർ. ആരെയാ കൂടുതൽ ഇഷ്ടം? എല്ലാവരും ഇഷ്ടമാണ്. അഭിനയിക്കുന്ന എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ ലൈഫിൽ ലൈക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് പിന്നെ ലൈക്ക് മൂവിയിൽ അങ്ങനെ വന്ന ഒരാളാണ്. ചേട്ടൻ്റെ ഇത്രയും നാളത്തെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചേട്ടൻ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരാളോട് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഉപദേശം എന്ന പോലെ? പഠിച്ചിട്ടുള്ള എന്താ, എൻ്റെ അനുഭവം തന്നെയാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ മുറുകെ പിടിക്കുക. എന്താഗ്രഹമായിരുന്നാലും അതിനെ തീക്ഷ്ണമായി ആ ആഗ്രഹത്തെ സ്നേഹിക്കുക. അങ്ങനെയെങ്കിലും അത് പ്രകൃതി തന്നെ സാധിച്ചു തരും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്നാ ആ ആഗ്രഹം സഫലമായത്? അത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന സമയത്ത്. ഇപ്പോഴും ലൈക്ക് ടി വിയിലൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മെമ്മറീസിലോട്ടൊക്കെ പോവാറുണ്ട്, ഓർമ്മകളിലോട്ടൊക്കെ? തീർച്ചയായിട്ടും. ആ ലൊക്കേഷൻ, അവിടെ ഉണ്ടായിരുന്നവർ, അവിടുത്തെ ഓരോ ദിവസത്തെ ഓരോ അനുഭവങ്ങൾ ഒക്കെ എല്ലാം ഇപ്പൊ അന്നത്തെ എനിക്കൊന്ന് ജോജു ചേട്ടനൊക്കെ ആണെങ്കിലും അന്നത്തേനേക്കാൾ ഇപ്പൊ ഒരുപാട് മാറി. അപ്പോൾ അവരായിട്ടുള്ള ഓർമ്മകളൊക്കെ എന്തൊക്കെയായിരുന്നു അന്ന്? അവരൊക്കെ ആയിരുന്നല്ലോ നമുക്കുള്ള ഫുൾ സപ്പോർട്ട്. സിനിമയുടെ ടൈമിങ്, ക്യാമറ പൊസിഷൻ ഒക്കെ പറഞ്ഞു തന്നവരൊക്കെ അവരെല്ലാം ഉണ്ട്. സിനിമയിൽ ചേട്ടന് ഏറ്റവും വലിയൊരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ന് പറയാൻ ആരാണ്? ഒരുപാട് പേരുണ്ടല്ലോ. നമ്മളെ സിനിമയ്ക്കകത്തു നിന്നുള്ള ഒരുപാട് പേരുണ്ട്. ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എബ്രിൽ സൈൻ സാർ തന്നെ. ഏറ്റവും വലിയ സുഹൃത്ത് എബ്രിൽ സൈൻ സാർ ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ബംഗാളിയിലോട്ട് വരികയാണെങ്കിൽ ചേട്ടൻ എന്താ ഈ ഒരു സിനിമ ചേട്ടൻ ഞാനിത് ചെയ്യും എന്നാ സിനിമ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താ? അത് എൻ്റെ അല്ലല്ലോ. അപ്പോൾ യാതൊരു ആർട്ടിസ്റ്റും നല്ലൊരു ക്യാരക്ടർ കിട്ടണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ഒരു കാരണം കാണുമല്ലോ. അതിന് ഡയറക്ടർ ജോബി തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ജോബി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെറ്റും ഷൂട്ടിങ്ങും ഒക്കെ എവിടെ വെച്ചായിരുന്നു? തൊടുപുഴ പരിസരങ്ങളാണ്. അവിടെ തൊടുപുഴയിലെ നാട്ടുകാരും അവരുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ചേട്ടനെ കാണുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് പാട്ട് പാടാനായിട്ടാണോ? അതെ. മുത്തേ പൊന്നെ പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു. എത്ര തവണ ഇത് പാടിയിട്ടുണ്ടാവും? വല്ല കണക്കുണ്ടോ? ഇല്ല, ഒരു കണക്കുമില്ല. ഇപ്പോഴും എഴുതാറുണ്ടോ പാട്ടുകളൊക്കെ? നമ്മുടെ സിനിമയിലുണ്ടോ ചേട്ടൻ്റെ പാട്ട് എന്തെങ്കിലും? ഇല്ല, ഇതിൽ പാടാനോ പാട്ട് എഴുതാനോ ഒന്നും ഡയറക്ടർ
പറഞ്ഞില്ല. പുള്ളിക്ക് നമ്മൾ അഭിനയിച്ചാൽ മാത്രം മതി എന്നുള്ളത്. അപ്പൊ ഈ ബംഗാളി ക്യാരക്ടർ എങ്ങനെ മലയാളം അറിയുന്ന മലയാളം അറിയും. അതായത് പുള്ളി ചെറുപ്പത്തിലെ ഇവിടെ ഉള്ള ആളല്ലേ, ഇവിടെയുള്ള ആളാണല്ലോ. അപ്പോൾ ശരിക്കും അയാളൊരു ബംഗാളിയാണോ എന്ന് എനിക്കറിയില്ല. സിനിമയ്ക്ക് പേര് മിസ്റ്റർ ബംഗാളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെല്ലാം ബംഗാളി എന്നാണല്ലോ അല്ലേ. ഇവിടെ ബീഹാറിയുണ്ട്, ആസാമീസ് ഉണ്ട്, മണിപ്പൂരിയുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ചേർത്ത് വിളിക്കുക എന്താ ബംഗാളി എന്നാണ്. അതെ. ഈ കംപ്ലീറ്റ് ഒരു ഷൂട്ടിംഗ് ടൈം എങ്ങനെയായിരുന്നു ചേട്ടന്? നല്ല ലൈക്ക് രസമുള്ളതായിരുന്നു ഷൂട്ടിംഗ് മൊത്തം? നല്ല രസമുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. എല്ലാം ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു. എല്ലാ സിനിമാക്കാരും പറയും പോലെ തന്നെ, എല്ലാ സിനിമയിലും ഉള്ളതുപോലെ തന്നെ ഒരു കുടുംബം പോലെ ആയിരുന്നു ഞങ്ങൾ ലൊക്കേഷനുള്ള എല്ലാവരും. മേക്കപ്പ് കോസ്റ്റ്യൂമറായിരുന്ന ബിന്ദു, സിന്ധു എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ, അങ്ങനെ അതിൽ ഇപ്പോൾ ക്യാമറമാൻ ശ്രീകുമാർ, അങ്ങനെ തുടങ്ങിയ എല്ലാവരും ആർട്ടിലുള്ള പയ്യന്മാരും ഒക്കെ നമ്മൾ നല്ല ബന്ധം തന്നെയായിരുന്നു. ചേട്ടന് ഇന്നേ വരെ, അത് ഈ ഒരു സിനിമയെന്നല്ല, സിനിമയിൽ ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ വന്നപ്പോൾ മുതൽ നാളിന്ന് വരെ എപ്പോഴെങ്കിലും സിനിമയിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ? മോശാനുഭവം ഉണ്ടായിട്ടുള്ളത് ഒരു തവണയാണ്. അത് വളരെ സീനിയറായിട്ടുള്ള ഒരു നടൻ ഞാനുമായിട്ടൊരു സീൻ എടുക്കുന്ന സമയം, സിനിമ റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ, റിലീസായിട്ടില്ല. അത് ഞാനും പുള്ളിയായിട്ടുള്ളൊരു സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയും അവിടെയൊക്കെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് വാങ്ങിച്ച് നോക്കി പഠിക്കുന്നത്, ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് കൊണ്ടുതരും, നമ്മൾ ഡയലോഗ് ഒന്ന് പഠിക്കാൻ പറയും. അത് ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പഠിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ചെയറിലിരിപ്പുണ്ട്, ഞാൻ താഴെ സ്റ്റെപ്പിലാണ്, അതാ സീക്വൻസ് ആയിട്ടുള്ള. കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റുണ്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ഡയലോഗ് എന്താണ്, അതാണ് അതെങ്ങനെയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഡയലോഗ് വായിച്ച് കയപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എന്നിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ ചോദിച്ചു, സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. ശരിക്കും പുള്ളി തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരുത്തിൽ സീനായിട്ടുള്ള ഒരാളല്ലേ. പുള്ളിക്ക് ഡൗട്ടുള്ള ഒരു ഡയലോഗ് ചേട്ടൻ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിക്കും, ഈ ക്യാരക്ടറിനെ ആ ക്യാരക്ടർ വിളിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പോൾ എന്നെ വിളിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു, സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം അപ്പോൾ എനിക്ക് വല്ലാണ്ട് ചമ്മലായിപ്പോയി. ആൾക്കാരുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ പുള്ളിയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. ആ പുള്ളി ഇപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ കുറച്ച് സമയം ഞാൻ എന്താ പറയുക, ഒരു പ്രതിമ കണക്കായിപ്പോയി. ചേട്ടൻ സംസാരിച്ചു വന്നിട്ട് ആളോട് ഇതേപോലെ നമ്മൾ ഷൂട്ടുണ്ടല്ലോ, എന്തിനാ പറയണേ, നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളി അങ്ങനെ ചോദിച്ചത് പുള്ളിയുടെ ആ ഒരു സ്റ്റൈല്. ശരിക്കും അത് എൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്നെ വിളിക്കണം എന്ന് ഞാൻ പറയാൻ പാടില്ലായിരിക്കും, പുള്ളിയുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ അത് മൊത്തത്തിലുണ്ടായിരുന്ന ആ സീക്വൻസ് ഞാൻ ഇവിടെ എന്നെ എങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പുള്ളി അത് പറയുമ്പോൾ അവിടെ ലൊക്കേഷനിലുള്ള എല്ലാവരും ഉണ്ട് അവിടെ. അന്ന് അഭിനയിക്കാൻ വന്ന കുട്ടികളും ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടുകൂടി പിന്നെ അവർക്ക് എന്നോടുള്ളൊരു ബഹുമാനം അങ്ങ് പോയി. മനസ്സിലായി. പിന്നീട് ആ സെറ്റിൽ വളരെ നിർജീവമായിട്ടാണ് ഞാൻ നടന്നിരുന്നതൊക്കെ. അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മളെ ഈ കോവിഡ്, രണ്ടാമത്തെ കോവിഡ് കഴിഞ്ഞ സമയത്ത് സ്കൂളുകളൊക്കെ തുറന്നു. അപ്പോൾ എനിക്ക് കോഴിക്കോട് മേഖലയിൽ ഏരിയ നേടുന്ന ഒരു അധ്യാപകനെ പറ്റി ഞങ്ങളുടെ സ്കൂളിങ്ങനെ തുറക്കുകയാണ്, ചേട്ടൻ ഒരു ആശംസ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കൂളൊക്കെ തുറക്കുമ്പോൾ അത് ഞാനല്ല പറയണം, എനിക്ക് അങ്ങനെ ഒരു ആശംസ പറയണമെങ്കിൽ അത്രയും നല്ലൊരാൾ പറയണം അല്ലേ. ഇതേപോലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള മറ്റൊരു നടനോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ഞാൻ വന്നാൽ ശരിയാവില്ല, അത് ഒരുപാട് പിന്നെ അത് ഭയങ്കര തലവേദന, ഞാൻ വോയിസ് കിട്ടില്ല. അപ്പോൾ ഞാൻ മൊബൈൽ കൊടുത്തു, പുള്ളി വോയിസ് ഇട്ട് വന്നു. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന ഡ്രൈവർ പയ്യൻ അവിടെ നിൽക്കുകയാണ്. ഇയാൾ അവനെ അറിയില്ല, ആരാണ് എന്താണെന്നറിയില്ല. വേറെ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്താ ചേട്ട് എൻ്റെ വയസ്സാണെന്ന് ആര് വിശ്വസിക്കും, അല്ല മിമിക്രി കാര്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. അത് എൻ്റെ പയ്യൻ കേട്ടപ്പോൾ അവന് ഭയങ്കര വിഷമമായി. അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അവൻ അയച്ചു കൊടുക്കണ്ട, പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ നിവൃത്തികേടുകൊണ്ട് ഞാൻ തന്നെ ആ വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തു. സ്കൂൾ തുറക്കണ ഒരു 8ാം ക്ലാസ്സുകാരനാണോ സ്കൂൾ തുറക്കുമ്പോൾ
അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആശംസ പറയേണ്ടത്. അത് വളരെ വലിയൊരാളായതുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് പോയി പറഞ്ഞത്. ചേട്ടൻ്റെ അടുത്ത് അത് വന്ന് ചോദിക്കുമ്പോൾ അത് ചേട്ടൻ്റെ വിജയമല്ലേ, ചേട്ടൻ അത് അർഹിക്കുന്നുണ്ടല്ലോ. ആണ്, പക്ഷെ എനിക്ക് കൂടി അത് തോന്നണ്ടേ ഞാൻ അതിന് അർഹനാണോ എന്ന്. ചേട്ടൻ നമ്മൾ പിടിച്ച് ചേട്ടൻ ഇവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ചുമ്മാ വഴിയെ പോകുന്ന ഒരാളെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ. അല്ല, ഞാൻ കുറച്ചുകൂടെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളായിരുന്നെങ്കിൽ ആ സ്കൂളിനൊരു ഗമയായിരിക്കും. പിന്നെ മനസ്സിലായില്ലേ വിദ്യാഭ്യാസവും വിവരവും ഒന്നല്ലെന്ന്. വിദ്യാഭ്യാസം ഉള്ള ആളുടെ റിപ്ലൈ കേട്ടപ്പോഴത്തേക്ക്. അതെ, അല്ല ആ പുള്ളി എന്നോട് പറഞ്ഞു നീ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പുള്ളി വീഡിയോ വേണ്ട ഞാൻ വോയിസ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിയുടെ വോയിസ് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാകും. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ അത് അറിഞ്ഞപ്പോൾ എനിക്ക് ആ പുള്ളിയോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിലായി. ഭയങ്കര സങ്കടമായി. പിന്നെ അതിനുശേഷം പുള്ളിയായിട്ട് ഞാൻ വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പ്രകടിപ്പിക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇത് അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേട്ടനത് അറിഞ്ഞിട്ടുണ്ടെന്ന്. അതപ്പോൾ വിദ്യാഭ്യാസവും വിവരവും ഒന്നുപോലല്ലേ, വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും വിവരം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത് എത്രയോ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ ഓരോ ക്രൈം കേസിലൊക്കെ പ്രതികളാവുന്നത്. അതെ. അപ്പോൾ അതിലൊന്നും അല്ല കാര്യം. ചേട്ടൻ്റെ ഒരു വീഡിയോ ആ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നതായിരിക്കും എന്നല്ലേ. ഒരുപക്ഷെ അദ്ദേഹമാണ് ആ വീഡിയോയിൽ വന്നിരുന്നെങ്കിൽ ആ സ്കൂളിന് തന്നെ ഒരു അഭിമാനമാവും വരുന്നത്. ആ വിദ്യാർത്ഥികൾക്കും അടുത്തുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായേനെ. പക്ഷെ അത് കൊടുത്തില്ലല്ലോ അവർക്ക്. ഇല്ല, ഞാൻ അത് കൊടുത്തില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ചേട്ടന് സിനിമ സെറ്റിൽ നിന്നുണ്ടായ ഒരു മോശ അനുഭവങ്ങൾ അല്ലേ? അതെ. അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളും ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ഏറ്റവും കൂടുതൽ ആ ദിവസം ഇന്ന് എനിക്ക് അത്ര സന്തോഷമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ആ ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും സിനിമയിൽ? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇട്ടിമണി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നത് കേട്ടിട്ട് ലാലേട്ടൻ ഇപ്പോൾ കവന്ന് കിടക്കായിരുന്നു. പറഞ്ഞു അത് സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറച്ച് പറയുന്നു. അപ്പോൾ ഡയലോഗ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ പിന്നെ അവിടെ തൊട്ട് പഠിച്ചു. അത് ഇപ്പോഴും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ശരിക്കും നല്ലൊരു പാഠമായിരുന്നു അത്. പിന്നെ ലാലേട്ടൻ പറഞ്ഞു തന്നു അല്ലേ? പിന്നെ ഈ പരോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ ഓരോ സീന് കഴിയുമ്പോൾ ഞാനും അസീസ് നെടുമങ്ങാട് അസീസ് ഞങ്ങൾ പോയി മമ്മകൾ ചോദിക്കും അത് എങ്ങനെ ഉണ്ടായിരുന്നു, മതിയല്ലോ. ഭയങ്കര സന്തോഷമാണ് സംഭവം. മമ്മൂക്കയും ലാലേട്ടനും രണ്ടാളുടെയും കയ്യിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ തുടക്കകാലത്ത് ഇപ്പം നീൻപൊളി സാറായിരുന്നാലും കലാഭവൻ പ്രചോദ്, സോഹൻ, സീനുലാൽ, ജോജോ സാറ്, അങ്ങനെ ഉള്ള ഒരുപാട് പേരുടെ ഡോക്ടർ റോണി പോലുള്ളവരുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് ടൈമിലൊക്കെ ശരിക്കും നമ്മൾ കാണുമ്പോഴത്തേക്ക് നിവിൻ പോളി ഇതേപോലെ ആ നോക്കി മീൻസ് ശരിക്കും അങ്ങ് എൻജോയ് ചെയ്ത് ആ പാട്ടൊക്കെ കേട്ട് ചിരിക്കുന്നത് പോലെ. അല്ല, അവർ അതിന് മുൻപേ ആ പാട്ട് കേട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് വരുന്നതും പാട്ട് വരുന്നതൊക്കെ. അതെ. പക്ഷെ ചേട്ടൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു മുതിർന്ന ഒരാളെ നോക്കുന്ന പോലല്ല. നിവിൻ പോളിയുടെ എക്സ്പ്രഷനെ കാണുമ്പോൾ തോന്നുന്നു നമ്മൾ ഈ ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള ചെറിയ പിള്ളേരുണ്ടല്ലോ, പിള്ളേരെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പാട്ട് പാടിക്കുമ്പോൾ നമ്മൾ പിള്ളേരെ നോക്കുന്ന ഒരു കൗതുകം കാണുമല്ലോ, അതേപോലെ ആയിരുന്നു അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു എക്സ്പ്രഷൻ. ശരിക്കും അപ്പൊ അവര് ചേട്ടനെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെയായിരുന്നു. കൊച്ചു പിള്ളേരെ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് നല്ല പരിഗണന ഉണ്ടായിരുന്നു. സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു, നല്ല പരിഗണന ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ബിഗ് ബോസ് ആയിരുന്നു അല്ലേ? ബിഗ് ബോസ് കുറെ സുഹൃത്തുക്കളെ സമ്പാദിച്ചു. പിന്നെ എന്താ പറയാ, ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമ കാണാത്ത ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള മുതിർന്ന മുത്തശ്ശിമാരും പ്രായം ചെന്ന ആൾക്കാരൊക്കെ എന്നെ അറിഞ്ഞു. അവിടെ ചെന്നാലും അവർക്ക് നമ്മളൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് അങ്ങനെയാണ്. നമുക്ക് ഈ ആക്ഷൻ ഹീറോ ബിജുവിലൂടെ തന്നെ കുറേയൊക്കെ അറിയപ്പെട്ടിരുന്നെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ബിഗ് ബോസിലുണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു ഇത് നമുക്കിപ്പോൾ നോർമൽ മലയാളികൾക്ക് പോലും എല്ലാവർക്കും കുറേ പേർക്ക് ഒക്കെ അറിയായിരിക്കും, എന്നാലും എല്ലാവർക്കും ഒന്നും ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്തൊരു സമയത്തൊക്കെയാണ് ചേട്ടൻ പോയത് ആദ്യത്തെ സീസൺ. ശരിക്കും ഞാൻ ഷോയ്ക്ക് പോകുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ റിജു എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് ഏഷ്യാനെറ്റിൽ. അയാൾ എന്നോട് പറഞ്ഞത് ചേട്ടാ ഒരു 10-20 ദിവസം നിന്നാൽ മതി, കുറച്ച് പാട്ടൊക്കെ പാടി നിന്നാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടൻ എപ്പം പോകണമെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ആ സമയത്ത് ഞാൻ ഒരു സിനിമയുടെ അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ആ ഡേറ്റിൽ ഇനി വരാമല്ലോ എന്ന് കരുതിയിട്ട്, പക്ഷെ വിട്ടില്ലല്ലോ, അവർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം വരെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല അല്ലേ, ഇത്രയും ചെറുപ്പക്കാർ കുറേ പേര് ചെറിയ പ്രായമുള്ള ആളുകൾ, അതിൻ്റെ കൂടെ ഒരാൾ പൊരുതി അവസാനം വരെ നിൽക്കുന്നു. അത് നിന്നുപോയതാണ്. ഇപ്പോഴും ഒരു നമ്മൾ ഈ പേളിമാണി ശ്രീനീഷ് അവരുടെയൊക്കെ ഫാൻസിന്റെ ഒക്കെ പേജസിലൊക്കെ ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ചേട്ടൻ ഇങ്ങനെ പേളീനെ തള്ളി വിട്ടിട്ട് ശ്രീനീഷിന്റെ അടുത്തോട്ട് ശ്രീനീഷിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു, അത് ഇങ്ങനെ അവര് ശരിക്കും വെറുതെ പ്രാങ്ക് ചെയ്തായിരുന്നു. അതിനുശേഷം ശ്രീനീഷ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തള്ളി വിടുന്നതും ഒക്കെ. അപ്പൊ അവരുടെ രണ്ടുപേരുടെ ആ ഒരു ഇതിൽ ചേട്ടൻ ഒരുപാട് അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, കുറച്ച് ആദ്യമൊക്കെ എനിക്ക് അവരുടെ ആ ഒരു ഇതിൽ എനിക്ക് അത്ര ഒരു താല്പര്യ കുറവ് ഉണ്ടായിരുന്നു. അതെനിക്ക് അവിടുന്ന് അതിനകത്ത് കിട്ടിയ കുറച്ച് തെറ്റിദ്ധാരണകളായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ആൾക്കാർ, അതിപ്പോൾ ഇവിടെ പറയാം, സോറി, പറഞ്ഞാൽ അവരെ പറഞ്ഞ ആൾക്കാരെ മോശമാക്കുന്നത്, അങ്ങനെ കുറച്ച് എനിക്ക് അവരുടെ ആദ്യം അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ഇവിടെ എറണാകുളത്തും ഉണ്ടായിരുന്നു, പാലക്കാടിനടുത്ത സ്ഥലത്ത്, 2 സ്ഥലത്തും ഞാൻ പോയി ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു അടിയന്തര ഘട്ടം വന്നപ്പോൾ പേളിയും ശ്രീനീഷും സഹായിച്ചത്, സാമ്പത്തികമായിട്ട് സഹായിച്ചത് അവരാ. ഇപ്പോഴും മക്കളൊക്കെ ആയിട്ട് നല്ല ഒരുപാട് വീഡിയോസ് ഒക്കെ കുട്ടികളായതിനു ശേഷം പോയി കണ്ടിട്ടില്ലല്ലേ. രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആയിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പറയുകയും ചെയ്തു എനിക്ക് രണ്ടാമത്തത് ആൺകുട്ടി ആയിരിക്കുമെന്ന്. ഇപ്പോൾ അവൾ വീണ്ടും 3ാമത് ഗർഭിണിയാവാൻ പോകണമെന്നൊക്കെ അറിഞ്ഞു. 3ാമത്തെ കുട്ടി ആണാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3ാമത് ഗർഭിണിയാണോ എന്ന് എന്നോട് ആരോ പറഞ്ഞു. ഒരു ആൺകുട്ടി കൂടെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. പെൺകുട്ടി കാര്യം എന്ന് വെച്ചാൽ പേളി ഒരു ആൺകുട്ടിയാണ്, തൻ്റെ ഉള്ളൊരു ഭയങ്കര ഒരു ആൺകുട്ടിയാണ്. അവ ബിഗ് ബോസ് ഉണ്ടായിരുന്നത് തന്നെ ഈ സൈക്കിൾ ചവിട്ടുന്നവർ, സൈക്കിൾ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ സ്പീഡോമീറ്ററൊക്കെ വെച്ചിട്ട് വേഗതയിൽ ചവിട്ടണം. ഞാൻ, സാബു, ഞങ്ങളെ പലരും അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പം എൻ്റേത് എന്തോ ഒരു 60 അടുപ്പിച്ചൊക്കെ പോയി. പക്ഷെ പേളി 70-80 വരെ പോയി. നല്ല സ്പീഡിൽ പോയി. പുള്ളിക്കാരി അല്ലെങ്കിലും ഭയങ്കര ഈ അർച്ചനയായിട്ട് ഈ തലയിണ കൊണ്ട് അടിക്കുന്നത്, തലയിണ കൊണ്ട് അടിക്കുന്നത്. ഞാൻ വിചാരിച്ചു പേളി ചെറുതല്ലേ, അർച്ചനെ കുറച്ച് വലുതും സ്മാർട്ടൊക്കെ. അർച്ചന ഭയങ്കര അഭ്യാസം കൂടിയാണ്, എത്ര നേരം വേണമെങ്കിലും തലകുത്തി നിൽക്കും. അങ്ങനെ പല അഭ്യാസങ്ങളും. പക്ഷേ അത് 5ാമത്തെ അടിക്കുന്ന പേളി മണി അവളെ അടിച്ചിട്ട് ഭയങ്കര സംഭവം. ഞാനും ശ്രീനീഷും ഷിയാസൊക്കെ ഭയങ്കര ശരിയായിരുന്നു. ഇപ്പൊ ഷിയാസിന്റെ വെഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു? എനിക്ക് വരാൻ പോകാൻ പറ്റില്ല, ഞാൻ തമിഴ്നാട്ടിൽ ഒരു സിനിമ ഷൂട്ടിനായിരുന്നു, പോകാൻ പറ്റില്ല. നിങ്ങൾ ഈ ബിഗ് ബോസിൽ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ആളുകളെല്ലാം കൂടെ എപ്പോഴെങ്കിലും ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇപ്പോൾ സീസൺ 1 മുതൽ 6 വരെയുള്ള ബിഗ് ബോസ് അംഗങ്ങളെ ചേർത്തിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് എല്ലാം കാണും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അതിൽ പോസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം, പക്ഷെ ഇപ്പോഴും ഉണ്ടോ ഞങ്ങളെ. സാബു ചേട്ടനുമായിട്ട് എങ്ങനെ? ഇപ്പോഴും നല്ല കമ്പനിയാണ്. ഇടയ്ക്ക് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, ഞാൻ സാബു എപ്പോഴും സംസാരിക്കും. വിളിക്കാറുണ്ടോ? വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചേട്ടൻ്റെ ഇനിയിപ്പം മൂവി അല്ലാണ്ട് എന്തെങ്കിലും വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടോ ചേട്ടന്? മൂവി തന്നെയാണ് എൻ്റെ പ്ലാൻ. മൂവി, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ്. ആണല്ലേ? ഓ, അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്തുള്ള കുറച്ച് സംഭവങ്ങൾ, അത് എൻ്റെ ജോലിയല്ല, അതെൻ്റെ സീനിയേഴ്സിൻ്റെ ജോലി. 2025-26 കാലഘട്ടത്തിലൊക്കെ കിട്ടും. അപ്പോഴേക്കും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, അപ്പോഴത്തേക്ക് നടക്കട്ടെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ മിസ്റ്റർ ബംഗാളിയിൽ മമ്മൂട്ടി ആരാധകനാണല്ലോ. ചെറുപ്പത്തിൽ ചേട്ടന് ഏത് നടനെയായിരുന്നു കൂടുതൽ ഇതേപോലെ ഒരു ആരാധന തോന്നിയിട്ടുള്ളത്? പ്രേം നസീർ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രേം നസീർ, MGR ഒക്കെയാണ് നമ്മുടെ ആദ്യകാലത്ത്. ആയിരുന്നല്ലേ? പ്രേം നസീർ സാറാണ് നമ്മളെ എൻ്റെ ആദ്യത്തെ സൂപ്പർ ഹീറോ. പ്രേം നസീർ സാർ അന്നൊക്കെ എങ്ങനെ ഈ സ്കൂളിലൊക്കെ വെച്ചിട്ട് പിള്ളേർക്കൊക്കെ ഇതേപോലെ ഒരു സിനിമാ നടന്മാരോടും നടിമാരോടും ഒക്കെ ഒരു ആരാധന എങ്ങനെയായിരുന്നു ചേട്ടൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്? എല്ലാവരും കൂടുതലും പ്രേം നസീർ സാറിനെ ആരാധിക്കുന്നവരാണ്. ഈ പേപ്പർ കട്ടിംഗ് ഒക്കെ എടുത്ത് വെക്കും, അങ്ങനത്തെ പേപ്പർ കട്ടിങ്, നോട്ടീസിൽ ശേഖരിച്ച് വയ്ക്കുക, പാട്ട് പുസ്തകങ്ങൾ ശേഖരിച്ച് വയ്ക്കുക, അങ്ങനെയുള്ള കുറേ. പിന്നെ ഞങ്ങളുടെ ഏരിയ ഈ ട്രിവാൻഡ്രത്ത് ന്യൂ തിയേറ്റർ അല്ലേ, അതിൻ്റെയൊക്കെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ ഫിലിം കമ്പനികളുണ്ട് അക്കാലത്ത്. അപ്പോൾ ഇവർ ഈ കുറേ ഓടി വരുമ്പോൾ ഇത് കുറച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുന്ന ഫിലിം തുണ്ടുകളൊക്കെ അവിടെ കിടക്കുക, അതൊക്കെ പോയി പറക്കിയെടുത്ത് ശേഖരിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെ. പിന്നീടാണ് ജയൻ സാറിൻ്റെ വരവ്. അപ്പോഴത്തേക്ക് പിന്നെ കുറേ പേരൊക്കെ
ജയൻ ഫാൻസായി. ജയൻ ഫാൻസ് നമ്മൾ അന്ന് പ്രേം നസീർ പ്രേം നസീർ. ജയസാറിന്റെ ആരാധകനായിരുന്നു എങ്കിലും മെയിൻ പ്രേം പ്രേം നസീർ. നസീർ ഇപ്പോഴും എൻ്റെ വീട്ടിൽ പെൻ ഡ്രൈവിൽ 300-400ഓളം സിനിമയുണ്ട് പ്രേം നസീർ സാർ. നസീർ സാറിന്റെ സിനിമകൾ ഒരുപാടുണ്ട്. 300-400 ഓ ഇത് കാണാറൊക്കെ ഉണ്ടോ ഇടയ്ക്കൊക്കെ? ഇടയ്ക്കിടയ്ക്കിട്ട് കാണും. കാണും, ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും അതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. അമ്മ ആദ്യത്തെ സിനിമയോട് അവരെ കമ്പമുള്ള അല്ലായിരുന്നു അമ്മ. പിന്നെ ഇപ്പോഴും അമ്മ സിനിമ അല്ല, ഇപ്പോഴും സിനിമയില്ലല്ലോ, ഇപ്പം കൂടുതലും ഈ സീരിയലൊക്കെ കാണുന്നത്. ആ മോനപ്പൊ ഇതേപോലെ സിനിമയിലോട്ടൊക്കെ വന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ആദ്യം വിശ്വസിച്ചായിരുന്നോ? ഇല്ല വിശ്വസിച്ചില്ല. ഞാനിപ്പോൾ ആദ്യം എന്നോട് സാർ പറഞ്ഞു ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സീൻ സിനിമയിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അപ്പോഴറിഞ്ഞാൽ മതി, അതൊരു ആരോടും പറയണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാരോട് പോലും പറഞ്ഞില്ല. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് വരുന്നു, 10-15 ദിവസം 20 ദിവസം ഇവിടെ നിൽക്കുന്നു, ചെല്ലുന്നു. അപ്പോൾ അവരുടെ വിചാരം ഞാൻ സംവിധാനം പഠിക്കാൻ വേണ്ടി നടക്കണമെന്നാണ് അവർ വിചാരിച്ചത്. ഞാനും അങ്ങനെയാണ് ആളും വരും. പക്ഷെ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ നാളെ ഞാൻ അഭിനയിച്ച സിനിമ വരികയാണ്. അപ്പോൾ ആർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു 2-3 കൂട്ടുകാർക്കൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടേ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ മിസ്റ്റർ ബംഗാളിയുടെ റിലീസ് ഡേറ്റും ഒക്കെ തീരുമാനിച്ചോ? റിലീസ് ഡേറ്റ് ജനുവരി 3. അപ്പം നമ്മുടെ സിനിമ എന്തായാലും ഒരു നല്ല അടിപൊളി സക്സസ്ഫുൾ മൂവി ആവട്ടെ ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ എന്താ പറയുക, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ.